കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 84-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തന ഭാഗത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കോരഹിൻ്റെ മക്കളാൽ രചിക്കപ്പെട്ട ദൈവത്തിന് പാടിയ ഒരു സങ്കീർത്തനമാണ്. ഈ 84 സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മനോഹാരിത, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ ആലയത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവിക വിടുതലുകൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അഹരോന്യ പൗരോഹിത്യത്തെപ്പറ്റി കോരഹ്, ദാദാൻ, അബീരാം എന്നീ തുടങ്ങിയ ആൾക്കാർ അഹരോന്യ പൗരോഹിത്യത്തിനെതിരായി മത്സരം നടത്തുന്ന ഒരു മേഖലയുണ്ട്. സ്തോത്രം, വെല്ലുവിളികൾ മുഴക്കി. ആ സമയത്ത് കോരഹിൻ്റെയും ദാദാൻ്റെയും അബീരാമിൻ്റെയും കുടുംബങ്ങളും അവരുടെ മക്കളെല്ലാം ഭൂമി വായ്പുലർന്ന് അവരെ വിഴുങ്ങിക്കളയുന്ന ഒരു ദൈവിക ന്യായവിധിയെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ആ ദൈവിക ന്യായവിധി നടക്കുമ്പോൾ കോരഹിന്റെ മക്കൾ ഓടി വന്ന് സ്തോത്രം ആലയത്തിൽ വന്ന് ആ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ച് ആ ശിക്ഷയിൽ നിന്ന് അവർ ഇളവ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്നുള്ള വിടുതൽ വെളിപ്പെട്ട് നിന്നിരുന്നത് സങ്കേത നഗരങ്ങളിലൂടെയാണ്. സങ്കേത നഗരങ്ങളിലേക്ക് ഒരുവൻ പ്രൈസല പൊക്കടിഞ്ഞാൽ അവനെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. അങ്ങനെയാണ് രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടുന്നത്. സ്തോത്രം. 2, ദൈവിക ന്യായവിധിയോ സ്തോത്രം ഇല്ലെങ്കിൽ ഏതെങ്കിലും രാജകീയ ശിക്ഷകളോ നടപ്പിലാക്കിയാൽ അതിന് അർഹതപ്പെട്ടയാൾ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടയാള് രക്ഷപ്പെടുവാൻ വേണ്ടി അന്ന് അവർ ചെയ്തിരുന്ന സ്തോത്രം ഒരു സഹായ സ്ഥലം എന്ന് പറയുന്നത് ആലയത്തിന്റെ യാഗപീഠത്തിന്റെ കൊമ്പുകളിലാണ്. സ്തോത്രം. നമുക്കറിയാം, ശലോമോനൊക്കെ യോവാബിനെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ച് അഭയം പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അത് ദൈവത്തിന് പോലും അവന് ശിക്ഷിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ഭാഗം നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇവിടെ സ്തോത്രം കോരഹിന്റെ മക്കൾ വന്ന് ആലയത്തിന്റെ അകത്ത് വന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചപ്പോൾ ആ ശിക്ഷയിൽ നിന്ന് അവർ ഇളവ് പ്രാപിപ്പാനിടെ. അങ്ങനെയാണ് അവർ പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, അല്ലെ എന്ന് പറയുന്ന ഭാഗമുണ്ട്. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ആലയത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് മനസ്സിലായി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആലയത്തിൽ പോയത് കൊണ്ടോ അല്ല സ്തോത്രം നമ്മൾ അവിടെ ചെന്ന് പാട്ടുപാടി അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാധിച്ചുകൊണ്ടൊന്നും ആലയത്തിനകത്തുള്ള വിടുതൽ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. ആലയത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന്, അതിനകത്ത് അധിവസിക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് നമ്മൾ അറിഞ്ഞ് ദൈവ ഭയത്തോടു കൂടെയാണ് നമ്മൾ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആലയത്തിനകത്ത് പോയി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ഇടപെടൽ നടക്കുവാൻ തക്കവണ്ണം ഇടയാകും. ശലോമോൻ എന്ന ദൈവമനുഷ്യൻ ആലയത്തിന്റെ ഉദ്ഘാടനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ സ്ഥലത്ത് വന്ന് കഴിക്കുന്ന യാതന അവിടെ നിന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. മഹാമാരിയോ സ്തോത്രമല്ലേലൂയ അല്ല പ്രതിസന്ധികളോ പോരാട്ടങ്ങളോ പേമാരികളോ അല്ല ഭൂകമ്പമോ പാപത്തെ പ്രതി വരുന്ന സ്തോത്രം അനർത്ഥങ്ങളോ ദേശത്തിൽ സംഭവിച്ചാൽ അതിനെ പ്രതി ഇവിടെ വന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ച് കർത്താവേ എൻ്റെ പാപത്തെ ക്ഷമിച്ച് ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കേട്ട് ഉത്തരമറിയണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാ വാചകമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഏതു വിഷയത്തിന് നടുവിലും ആലയത്തിൽ വന്നിരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അത് തിരിച്ചറിഞ്ഞ കോരഹിന്റെ മക്കൾ പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ സ്തോത്രം എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ അല്ല ദേവാലയത്തോട് ചേർന്ന് നിൽക്കാനും അതിനകത്തുള്ള ദൈവമഹത്വത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഒരു ദൈവമഹത്വം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.